കൊളംബോ നുവാര ഏലിയ റൂട്ട്. കൊളംബോ നുവാര ഏലിയ 171 കിലോമീറ്റർ ആണ് ദൂരം. ഈ റൂട്ടിൽ അനവധി കാഴ്ചകളുണ്ട്. ചിലതെല്ലാം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ശ്രീലങ്കയിലെ തേയില ഉൽപ്പാദനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി കണക്കാക്കപ്പെടുന്ന നുവാര ഏലിയ എന്ന ഹിൽ സ്റ്റേഷന്റെ റോഡ് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. വാഗമൺ, വണ്ടിപ്പെരിയാർ, കുട്ടിക്കാനം, കുമളി റൂട്ടുകളുടെ ഒരു ശ്രീലങ്കൻ പതിപ്പാണ് ഈ റൂട്ട്. കണ്ടില്ലേ, ശരിക്കും ആ കാഴ്ചകൾ തന്നെ. റോഡ് നല്ലതും വീതി കൂടിയതുമാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ശ്രീലങ്കയിലെ സെൻട്രൽ പ്രവിശ്യയിലെ മലമ്പ്രദേശത്തുള്ള ഒരു നഗരമാണ് നുവാര ഏലിയ. ഈ പേരിൻ്റെ അർത്ഥം വെളിച്ചത്തിൻ്റെ നഗരം എന്നാണ്. മിതശീതോഷ്ണ കാലാവസ്ഥയ്ക്ക് പേരുകേട്ടതാണ് നുവാര ഏലിയ. ശ്രീലങ്കയിലെ ഏറ്റവും തണുത്ത പ്രദേശം. ഒരു ബ്രിട്ടീഷ് സർജൻ ഡോക്ടർ ജോൺ ഡേവി 1818 ഈ പ്രദേശം കണ്ടെത്തിയതോടെയാണ് നുവാര ഏലിയയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത്. ജോൺ ഡേവിഡിന് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുകയും അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. 1824-1831 കാലഘട്ടത്തിൽ ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ബാൺസ് ആണ് നുവാര ഏലിയയെ ജനങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമാക്കി മാറ്റിയത്. എഡ്വേർഡ് നിർമ്മിച്ച ബാൺസ് ഹാൾ എന്ന ഹോളിഡേ ഹോം ഇന്ന് 150 മുറികളുള്ള പ്രശസ്തമായ ഗ്രാൻഡ് ഹോട്ടലാണ്. ഈ വഴിയിൽ കൂടിയുള്ള ഡ്രൈവിംഗ് അടിപൊളി. നല്ല വഴിയും മനോഹരമായ കാഴ്ചകളും. വളഞ്ഞുപുളഞ്ഞ റോഡുകളിലൂടെയും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളിലൂടെയും കുന്നുകളുടെ ചെരിവുകളിലും സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടങ്ങളുടെയും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകളിലൂടെയും യാത്ര ചെയ്താൽ മറ്റേതൊരു നഗരത്തെയും പോലെ നിങ്ങൾക്ക് എല്ലാം പ്രദാനം ചെയ്യുന്ന നുവാര ഏലിയ പട്ടണത്തിലെത്താം. ഇതാണ് നുവാര ഏലിയ. ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഇംഗ്ലീഷുകാർ കൊളോണിയൽ ശൈലിയിൽ നിർമ്മിച്ച മനോഹരമായ കെട്ടിടങ്ങൾ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. കൊളോണിയൽ ശൈലിയിലാണ് ഇന്നും ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. അതിനാലാകാം ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നും ഈ സ്ഥലത്തെ അറിയപ്പെടുന്നു.
1846 ആൽബർട്ട് തടാകത്തിൻ്റെയും മുകളിലെ നൈലിൻ്റെയും പര്യവേഷകനായ സാമുവൽ ബേക്കറർ ഇവിടെ ഒരു നഗരം തന്നെ സ്ഥാപിച്ചു. നുവാര ഏലിയയുടെ കാലാവസ്ഥ സിലോണിലെ ബ്രിട്ടീഷ് സിവിൽ സർവീസുകാരുടെയും പ്ലാന്റർമാരുടെയും പ്രധാന സങ്കേതമായി മാറി. നുവാര ഏലിയയുടെ ചരിത്രം 10-ാം നൂറ്റാണ്ടിന് മുമ്പാണ് ആരംഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 10-ാം നൂറ്റാണ്ടിലെ ഒരു പഴയ ശിലാക്ഷേത്രങ്ങൾ തലഗ ഓയയിൽ നിന്നും കണ്ടെത്തി. അത് ഇപ്പോൾ നുവാര ഏലിയയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ സ്ഥാപിച്ച് നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ രാവണ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണത്രേ നുവാര ഏലിയ. സിറ്റിയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെ ഇപ്പോഴത്തെ പെരഡനിയ ബെദ്ദുള്ള ചെങ്കലടി ഹൈവേക്ക് അരികിലായിട്ടുള്ള അശോകവനിയിലാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, സീതാ ഏലിയ സീതാക്ഷേത്രം. ഇതാണ് ക്ഷേത്രം. ലോകത്തിലെ ഏക സീതാക്ഷേത്രമാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചരിത്രത്തിലുടനീളം ക്ഷേത്രം നിരവധി പുനരുദ്ധാരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായി. വിവിധ കാലഘട്ടങ്ങളിൽ നിന്നിരുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തുവിദ്യാ ശൈലികളും സ്വാധീനങ്ങളും പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഘട്ടങ്ങളിലായാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഘടകങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. സങ്കീർണമായ കൊത്തുപണികൾ, ഊർജ്ജസ്വലമായ നിറങ്ങൾ എന്നിവയാൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. രാമനെയും ലക്ഷ്മണനെയും സീതയെയും പ്രതിനിധീകരിക്കുന്ന കല്ലുകളുള്ള ഒരു ലളിതമായ ക്ഷേത്രമേ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തൊഴിലാളികളായ ഇന്ത്യൻ തമിഴർ എത്തിയപ്പോൾ അവർ നിലവിലെ ക്ഷേത്രം പണിതു. നാളിതുവരെ ശ്രീലങ്കൻ തമിഴരേക്കാൾ ശ്രീലങ്കയിലെ ഇന്ത്യൻ തമിഴരാണ് ക്ഷേത്രം പരിപാലിക്കുന്നത്. രാമായണ സ്ഥലങ്ങളിൽ ഒന്നിലേക്കുള്ള തീർത്ഥാടനം എന്ന നിലയിലാണ് ഇത് പ്രധാനമായും ഇന്ത്യക്കാർ സന്ദർശിക്കുന്നത്.
വീണ്ടും കാണാം കാണാ കാഴ്ചകളുമായി.